ഹലോ, അസ്സാം വലൈക്കും. നമ്മൾ വെറുതെ ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങിയേക്കാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ വന്നിട്ട് ആകെ 3 മാസമായിട്ടുള്ളൂ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും കേട്ടോ. അതായാലും സൂപ്പർ മാർക്കറ്റ് ആയാലും ഉണ്ട്, ഫാർമസി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. ഒരു 8 ബിൽഡിങ്ങോളം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇതൊരു പൂളാട്ടോ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരലുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വന്ന മോള് ഇങ്ങനെ കരയണോണ്ട് നമ്മളങ്ങനെ അതിന് ഒരു മാസം മുന്നേ എങ്ങാണ്ട് വന്നതായിരുന്നു. പിന്നെ അപ്പം അടുത്തൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഒരു ചെറിയ പാർക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് നൈറ്റിൽ ചാർക്കോളോ അങ്ങനെ എന്തെങ്കിലും ഗ്രില്ല് ചെയ്യാനുള്ള സംഭവമൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള എല്ലാ സംഗതികളും അവരിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുറത്തേക്കൊന്നും അങ്ങനെ പെട്ടെന്ന് ഉള്ളൊരു സാധനം മേടിക്കാനൊന്നും നമുക്ക് പോകേണ്ട കാര്യമില്ല. നമുക്ക് അത്യാവശ്യമുള്ളതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവർ അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ നമുക്കിവിടെ ഇടങ്ങേറ് വരിക, നമ്മൾ റൂമിലൊക്കെ ഇരിക്കുമ്പോൾ പുറത്തേക്കൊന്നും പോകാൻ പറ്റത്തില്ല. ഞങ്ങൾ ആദ്യം താമസിച്ച ദുബായിലാട്ടോ. ഇപ്പോൾ ഈ ഒരു 3 മാസമായിട്ടുള്ളൂ ഞങ്ങൾ ഷാർജയിലേക്ക് മാറിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു പെട്ടെന്ന് ഷോപ്സുകളൊന്നും നമുക്ക് അറിയില്ലല്ലോ, ഇവിടെ ഏതാ ഉള്ളതെന്നൊക്കെ അറിയില്ല. ഞങ്ങൾ വന്നപ്പോൾ മുതൽ ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ചെറിയ പാർക്ക് ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അധികം സാധനങ്ങളൊന്നും ഇല്ലാണ്ട് കുട്ടികൾക്ക് അധികം റൂമിലൊക്കെ ഇരുന്നിട്ടൊന്ന് മുഷിയുമ്പോൾ അവർക്കൊന്ന് വന്ന് കളിക്കാൻ വേണ്ടിയിട്ട് അവരിതുപോലെ ഒന്ന് ചെറിയൊരു രീതിക്ക് സെറ്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ വന്നിട്ടിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് സെറ്റായിട്ട് വരുന്നുള്ളൂ. ഇവിടെ അധികം ഷോപ്പ് അങ്ങനെ ഒന്നും അറിയില്ല. കൂടുതൽ നമ്മൾ സഫാരി മാള്, ലുലു, ഇവിടെ ഉള്ളവർക്ക് അറിയാം. ഇവിടെ മലയാളീസൊക്കെ കൂടുതൽ പോണ സ്ഥലം കേട്ടോ സഫാരി മാള്, അങ്ങനെയൊക്കെ കൂടുതൽ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പോകലുണ്ട്. ഇപ്പം മക്കൾക്കൊന്നും സ്കൂളില്ലാത്ത കാരണം മോള് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയ കാരണം ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങലില്ല കേട്ടോ. കാരണം അവളിങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴും ഭയങ്കര വാശിയാണ്. പിന്നെ മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാവില്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ കണ്ട് ഇറങ്ങലില്ല. പിന്നെ ഇതാട്ടോ, ഞാൻ ജിമ്മിനൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ജിമ്മിനൊക്കെ വരല് നിർത്തി. ഇനി വരണം, കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയ കാരണം വരല് നിർത്തിയതാട്ടോ. ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊരു 3 months ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്തിരുന്നു കേട്ടോ. അതുകൊണ്ട് എൻ്റെ വെയിറ്റൊക്കെ നന്നായിട്ട് കുറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് ബാക്ക് പെയിൻ വന്നു നന്നായിട്ട്. ഓൾറെഡി നിർത്തി വെച്ചതാട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ കേട്ടോ ഞങ്ങളിതിൻ്റെ താഴത്തേക്കൊക്കെ വരലുള്ളൂ. കൂടുതലും റൂമിൽ തന്നെ ആയിരിക്കും. അതിനൊക്കെ ആയിട്ട് പോന്നു. കണ്ടത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ താമസിക്കുന്നത് ഒരു ഫസ്റ്റ് ഇങ്ങനെ തിറാസ് 1, തിറാസ് 2 അങ്ങനെ കേട്ടോ ഇതിൻ്റെ ബിൽഡിംഗ് നെയിം വരുന്നത്. ഞങ്ങൾ തിറാസ് 1-ലാണ് താമസിക്കുന്നത്. അപ്പോൾ ജിമ്മിനൊക്കെ വരണം ഞങ്ങൾ തിറാസ് 4-ലേക്ക് വരണം. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നടന്നു പോകാനുള്ള ദൂരമൊക്കെ തന്നെ ഉള്ളൂ. ഇവിടെ ഇരിക്കുക. ഇവിടെ ആയിട്ട് നമ്മൾ ചാർക്കോളൊക്കെ സെറ്റ് ചെയ്യാനുള്ളത് ചാർക്കോൾ സെറ്റ് ചെയ്യാം. വാഷ് ചെയ്യാനുള്ളതൊക്കെ ഒരു നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചാർക്കോൾ ഇതിലുണ്ടാക്കാം. നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഏരിയ ആയാലും ഒക്കെ അവർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരുന്നുണ്ട് കേട്ടോ. നല്ല ഇതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം നമുക്ക് അവർ അടിപൊളിയാക്കി തന്നിട്ടുണ്ടേ. അപ്പം ഇന്നൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. അസ്സലാമു അലൈക്കും.